ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ഒരു സൂപ്പർ സൺഡേ ലോഡിംഗ്. ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, ഒരു ടൈറ്റിൽ ഡിസൈഡർ എന്നൊക്കെ തന്നെ പറയാം. എനിക്കറിയാം സീസൺ തുടങ്ങിയിട്ട് 5ാമത്തെ ഗെയിമാണ്, എന്നാൽ പോലും ഈ ഗെയിമൊക്കെ വളരെ ക്രൂഷ്യലാണ്. ഓരോ ഗെയിമും വളരെ ക്രൂഷ്യലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഓരോ ടീമിൻ്റെ ചാൻസസ് എന്തൊക്കെയാണെന്നുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അർട്ടറ്റയുടെ പ്രസ് കോൺഫറൻസ്, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലേക്കൊന്ന് പെട്ടെന്നൊന്ന് കടക്കാം. ഇപ്പം മെറിനോയെ പറ്റിയും ഗ്യോക്കറേസിൻ്റെ പറ്റി ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ചോദിച്ചായിരുന്നു. അവർ രണ്ടുപേരും ക്ലാഷ് ആയിട്ട് ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നായിരുന്നല്ലോ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗെയിമുമായിട്ട്. ഗ്യോക്കറേസിൻ്റെ തലേന്ന് ചോരയൊക്കെ വന്നായിരുന്നല്ലോ. സോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർ കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പം ഒരു പ്രശ്നമില്ല, ഓൾ ഗുഡ് എന്ന് പറഞ്ഞു. പേടിക്കണ്ട, പ്രസ് കോൺഫറൻസ് ഫുള്ളൊന്നും കവർ ചെയ്യുന്നില്ല, അതിലെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്യുന്നു, ഇഞ്ചുറീസും അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം. സലീബയെ പറ്റി ചോദിച്ചു. സലീബ ഈസ് ബാക്ക് ഇൻ ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സലീബ നോട്ട് ഷുവർ ടു സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഷുവർ അല്ല. ആ ഡിസിഷൻ നാളെ, അതായത് ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയം സാറ്റർഡേ ഡിസൈഡ് ചെയ്യും എന്നുള്ള ആണ് അർട്ടറ്റ പറഞ്ഞിരിക്കുന്നത്. സലീബ 100% ഫിറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സലീബനെ നമ്മുടെ അർട്ടറ്റ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 11 തന്നെ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് മൊസ്കാര ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ്, അതിന് യാതൊരു സംശയമില്ല. എല്ലാ ഫാൻസും 100% ഹാപ്പിയാണ്. മൊസ്കാരയെ പറ്റിയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഹൗ ഗുഡ് മൊസ്കാര ഈസ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അർട്ടറ്റയുടെ ഉത്തരം ക്രെഡിറ്റ് ടു ദ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആൻഡ്രയ എന്നാണ് പറഞ്ഞത്. അപ്പം ക്ലിയർ ആണ്, അർട്ടറ്റയുടെ റഡാറിൽ മൊസ്കാര ഇല്ലായിരുന്നു. ഈ ഒരു ഫൈൻഡിങ് സ്കൗട്ടിംഗ് ടീമിൻ്റെയും ആൻഡ്രയ ബർട്ടയുടെയും ഒരു ഫൈൻഡിങ് ആയിരുന്നു എന്ന് മാത്രമല്ല, വാട്ട് എ ജെം ഓഫ് എ പ്ലെയർ. 21 വയസ്സ്. ശരിക്കും പറഞ്ഞ ഒരു കൺട്രോൾ സി കൺട്രോൾ വി സലീബ, കറക്റ്റ് കോപ്പി പേസ്റ്റ് സലീബ. അതേ ബോഡി ലാംഗ്വേജ്, അതേ ഒരു സിൽക്കിനെസ്, എന്താ പറയുന്നത്, ഡിഫെൻഡിങ്, ആ ഒരു എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്രിസ്ത്യൻ മൊസ്കാര എന്ന് പറയുന്ന പ്ലെയർ 100% എന്താ പറയുന്നത്, വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് എന്ന് തന്നെ നമുക്ക് പറയാം. ബാർഗെയിൻ ഓഫ് ദ സീസൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. ഐ നോ ഇറ്റ്സ് ടു ഏർലി, പക്ഷേ എന്നാൽ പോലും ഹീ ഷോയിങ് ദ ക്വാളിറ്റി, മൊസ്കേര എന്ന് പറയുന്ന ആള്. നൗ പിന്നെ ചോദിച്ചത് സാക്ക, ഓഡഗാർഡ്, ബെൻ വൈറ്റ്, ഇവരെ പറ്റിയുള്ള ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. ഇവരെല്ലാം ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗുഡ് ന്യൂസ്. പക്ഷേ ഇവരെ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എഗെയിൻ ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല സാക്ക, ഓഡഗാർഡ്, വൈറ്റ് ഇവരാരും സ്റ്റാർട്ട് ചെയ്യുമെന്ന്. എത്ര ഫിറ്റ് ആണെങ്കിലും ഇവരാരും സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ നാളത്തെ ഗെയിമിൻ്റെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കും? കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിരിക്കുമോ, കുറച്ചുകൂടെ ബ്രേവായിട്ട് കളിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് തൊട്ടും തൊടാതെയും ഉള്ള ഒരു ഉത്തരവായിരുന്നു അർട്ടറ്റ കൊടുത്തത്. അർട്ടറ്റ പറഞ്ഞ അങ്ങനെ ചില മൂമെൻറ്റ്സ് ഒക്കെ വരും, ഓഫ് കോഴ്സ് അതെല്ലാ ഗെയിമിലും കാണും, അതുപോലെ ഈ ഗെയിമിലും വരും എന്നൊക്കെ തൊട്ടും തൊടാതെയും പറഞ്ഞു. ടാക്ടിക്സ് ഒന്നും പ്രസ്സിനോട് കംപ്ലീറ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. അത് അങ്ങനത്തെ പരിപാടിയൊന്നും പണ്ടേ അർട്ടറ്റ ചെയ്യത്തില്ല. ഇറ്റ്സ് വെരി ഡിസ്ക്രീറ്റ് വെൻ ഇറ്റ് കംസ് ടു ഗിവിങ് പ്രസ് കോൺഫറൻസസ്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ടേ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ പിന്നത്തെ കാര്യം ചോദിച്ചത് സബ്സിനെ പറ്റിയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം കഴിഞ്ഞ കളി സബ്സ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. സോ അതിനെപ്പറ്റി ചോദിച്ചു. എന്തായിരിക്കും ഈ സീസണിലെ അപ്രോച്ച് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞത്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ, ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, സ്ക്വാഡ് ഡെപ്ത്, ക്വാളിറ്റി ഓഫ് സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീംസ് എപ്പോഴും എന്താണ് പറയുന്നത്, അവർക്ക് കൂടുതൽ വിജയങ്ങൾ സ്റ്റാക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ കുറേ ഗെയിം ഷെഡ്യൂൾസ് ഉള്ളപ്പം അത് ഇങ്ങനത്തെ സൂപ്പർ സബ്സ് ഉള്ളത് വളരെ നല്ലതാണ് എന്നൊക്കെയാണ് അർട്ടറ്റ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നാളത്തെ കളി ജയിക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ മാനേജർ ആയിരിക്കും അർട്ടറ്റ. അതായത് 5 ഗെയിം
പെപ് ഗോർഡിയോളയുമായിട്ട് തോക്കാതെ ഇരിക്കുന്ന ആദ്യത്തെ ജയിച്ച അത് തന്നെ തോക്കാതിരിക്കുന്ന ആദ്യത്തെ മാനേജറായിരിക്കും അർട്ടറ്റ. വേറെ ഒരു മാനേജറിനും 5 ഗെയിം അൺബീറ്റൺ പോകാൻ പറ്റിയിട്ടില്ല പെപ് ഗോർഡിയോളയ്ക്കെതിരെ സ്ട്രെയിറ്റ്. അപ്പം നാളത്തെ ഗെയിം ജയിക്കുകയാണെങ്കിൽ അർട്ടറ്റ വിൽ ബി 5 ഗെയിംസ് അൺബീറ്റൺ അഗെയിൻസ്റ്റ് പെപ് ഗോർഡിയോളാസ് മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ദാറ്റ് ഈസ് ദ പ്ലാൻ ആൻഡ് ദ പ്രിപ്പറേഷൻ ഫോർ ദ ഗെയിം. ദ പ്രിപ്പറേഷൻ ഈസ് ടു വിൻ എന്നാണ് പറഞ്ഞത്. തയ്യാറെടുപ്പ് എന്തായാലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചോദിച്ചത് ഒരുപാട് ചേഞ്ചസ് വന്നല്ലോ, ഈ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്ന പുതിയ സിഇഒനെ പറ്റിയാണ്. അതുപോലെ തന്നെ ടിം എന്ന് പറയുന്ന ആൾ ബോർഡിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ഈ ചേഞ്ചസിനെ പറ്റിയൊക്കെ ചോദിച്ചു. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, പുതിയൊരു സിഇഒനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സിഇഒ ടോട്ടൻഹാമിലേക്ക് പോയല്ലോ. അപ്പം ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിരുന്ന ആളെ പ്രൊമോട്ട് ചെയ്തിട്ട് സിഇഒ ആക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ വേറെ ചെയ്യാം. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ വന്നപ്പോൾ തൊട്ടേ കുറേ ചേഞ്ചസ് ക്ലബ്ബിൽ നടന്നിട്ടുണ്ട്. കുറേ ചേഞ്ചസിൽ പുള്ളി റെഫർ ചെയ്യുന്ന ആൾ എഡു ഗ്യാസ്പറിനെയാണ് കേട്ടോ. എഡു ഗ്യാസ്പറിൻ്റെ എക്സിറ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും എൻ്റെ ജോലിയെയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ക്ലബിനെയോ നെഗറ്റീവ്ലി ബാധിച്ചിട്ടില്ല. ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ക്ലബ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എസേനെ പറ്റിയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസേനെ ടച്ച് ലൈനിൽ പുഷ് ചെയ്ത് കളിപ്പിക്കാൻ ഒരു ശ്രമം കഴിഞ്ഞ കളിയിൽ നടത്തിയായിരുന്നു. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ ക്ലിപ്പിംഗ് ഒക്കെ വന്നായിരുന്നു. അതാണോ എസേനെ ടച്ച് ലൈനിൽ വിങ്ങിൽ കൊണ്ടുപോയി കളിപ്പിക്കാനാണോ നിങ്ങളുടെ വിഷൻ എന്ന് ചോദിച്ചപ്പോൾ അതിനെ സ്ട്രെയിറ്റ് അവേ അർട്ടറ്റ പറഞ്ഞത് നോ എന്നാണ്. ഡിപ്പെൻസ് ഓൺ ദ സ്പേസ്, ഡിപ്പെൻസ് ഓൺ ദ ഒപ്പോസിഷൻ എന്നാണ് പറഞ്ഞത്. ഡിപ്പെൻസ് ഓൺ ദ സ്പേസ് ആണ് എടുത്തു പറഞ്ഞത്. അപ്പം എഗെയിൻ ഇവിടെ അർട്ടറ്റയുടെ എങ്ങനെ മീഡിയനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. കഴിഞ്ഞ കളിയിൽ ഡെഫിനറ്റ്ലി എസേനെ എങ്ങനെ മാക്സിമം ആ വിങ്ങിൽ യൂസ് ചെയ്യാമെന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എഗെയിൻ കൊച്ചു കള്ള റിവീൽ ചെയ്തില്ല എന്ന് വെച്ചാൽ റിവീൽ ചെയ്യേണ്ട കാര്യം എഗെയിൻ. സോ അവിടെ ഒരു മീഡിയ മാനേജ്മെൻ്റ് ആണ് കണ്ടത്. ഡെഫിനറ്റ്ലി അർട്ടറ്റ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. എസേനെ ഒന്ന് ആ വിങ്ങിലൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണം. എങ്ങനെയാണ് കുറച്ച് എന്തായാലും നമുക്ക് ഇനിയും കാണാൻ പറ്റും എസേനെ വിങ്ങിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെയായിരുന്നു അർട്ടറ്റയോട് ചോദിച്ച ചോദ്യങ്ങൾ. ഓവറോൾ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അർട്ടറ്റേനെ പ്രസ് കോൺഫറൻസിൽ കാണാൻ പറ്റിയത്. ഇനി പെപ് ഗോർഡിയോളയോട് ഞാൻ വളരെ ചുരുക്കിയാണ് വെക്കുന്നത്. പെപ് ഗോർഡിയോളയുടെ ഒരു ഇൻ്റർവ്യൂ. റോഡ്രിയെ പറ്റി ചോദിച്ചു, റോഡ്രി സ്റ്റാർട്ട് ചെയ്യില്ലയോ എന്ന്. ഡയറക്റ്റ്ലി പറഞ്ഞു നോട്ട് ഷുവർ, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ട്രൈ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു. പുള്ളിയോട് ചോദിച്ചു ഇത് ടൈറ്റിൽ ഡിസൈഡിങ് ഗെയിം ആണോ എന്ന് ചോദിച്ചപ്പം പെപ് ഗോർഡിയോള നമ്മുടെ അലക്സ് ഫെർഗസനെയാണ് കോട്ട് ചെയ്തത്. അലക്സ് ഫെർഗസൺ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ബോക്സിംഗ് ഡേയുടെ സമയത്ത് എന്ന് വെച്ചാൽ ബോക്സിംഗ് ഡേ കഴിഞ്ഞാൽ ടോപ്പ് 4 എവിടെയെങ്കിലും നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈറ്റിൽ ചാലഞ്ചർ ആണ് എന്ന് വെച്ചാൽ ഡിസംബർ ആ സമയത്ത് നമ്മൾ ടോപ്പ് 4 അടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റിൽ വിൻ ചെയ്യാൻ ഒക്കെ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്ന് ഡയറക്റ്റ് അങ്ങ് കോട്ട് ചെയ്തു അലക്സ് ഫെർഗസനെ. അപ്പം ബേസിക്കലി പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ടു ഏർലി ടു ഡിസൈഡ് എന്നാണ് പെപ് ഗോർഡിയോള പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ലാസ്റ്റ് ചോദിച്ചത് അർട്ടറ്റയല്ല ആർസണലിൻ്റെ സ്പെൻഡിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, ആർസണൽ സ്പെൻഡിങ്ങിനെ പറ്റിയാണ്. അപ്പം പുള്ളി കളിയാക്കി ഒരു സർക്കാസ്റ്റിക്കലി അതിനൊരു ഉത്തരം പറഞ്ഞു. ഈ പ്രാവശ്യം ആർസണൽ ജയിക്കുവാണെങ്കിൽ അത് ഇത്രയും കാശ് മടക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും എൻ്റെ ഡിയർ ഫ്രണ്ട് അർട്ടറ്റയോട് എന്ന്. അപ്പോൾ അതും എഗെയിൻ ഈ പ്രസ്സുകാരെ ഒന്ന് മൊത്തത്തിലൊന്ന് കളിയാക്കിയതാണ്. ഒരു ക്ലിയർ സർക്കാസ്റ്റിക് ഉത്തരവായിരുന്നു. കാരണം പെപ് ഗോർഡിയോളയെ എല്ലാവരും പ്രസ് ആൾക്കാരും ഈ പണ്ഡിറ്റ്സുകളും എല്ലാവരും പറയാറുള്ള ഒരു സാധനം അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ് 4P ഒക്കെ അടിക്കാൻ പറ്റിയത്.
എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഉണ്ട്. സോ അതൊന്ന് കുത്തിപ്പറഞ്ഞതാണ്. ഇപ്രാവശ്യം ആർസണൽ ജയിക്കുകയാണെങ്കിൽ അത് ഇത്രയും സ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറയും എന്ന്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രസ് കോൺഫറൻസ്. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഗെയിം. ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. കഴിഞ്ഞ കളി നമ്മൾ പഞ്ഞിക്കിട്ടതാണ്. ഹാളൻഡിനെ നമ്മൾ എന്താ പറയുക, ഒരു ഹാളൻഡിൻ്റെ സെലിബ്രേഷൻ മൈൽസ് ലൂയിസ് കെല്ലി ചെയ്തതാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി ദ മോസ്റ്റ് റൈവൽ ഗെയിം ഈ സീസണിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇത്രയൊരു പേഴ്സണൽ ടെൻഷൻ ഉള്ള ഒരു ഗെയിം വേറെ ഫിക്സ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. കാരണം ഹാളണ്ട് മൈൽസ് ലൂയിസ് കെല്ലി ആ ഒരു പേഴ്സണൽ അജണ്ടയുണ്ട് അതിനകത്ത്. ഒരു പേഴ്സണൽ ഒരു ദേഷ്യം എല്ലാം അതിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതൊക്കെ ബാക്ക് ഓഫ് ദ ഹെഡ് അതെന്തായാലും കാണും. എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും ആ ഒരു പേഴ്സണൽ സാധനം ഇങ്ങനെ മനസ്സിൽ കാണും. എൻ്റെ സെലിബ്രേഷൻ മൈൽസ് ലൂയിസ് കെല്ലി എത്രയൊക്കെ പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാലും അതെന്തായാലും മനസ്സിൽ കിടക്കും. സോ ഞാനിതിനെ വളരെ ഒരു എന്താ പറയുന്നത്, ലിപ്പ് സ്മാക്കിംഗ്, മൗത്ത് വാട്ടറിങ് ഫിക്ചറായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓഫ് കോഴ്സ് എനിക്ക് ആർസണൽ ജയിക്കണമെന്ന് തന്നെയാണ്. ഈ ഗെയിമിൻ്റെ പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ വളരെ ടൈറ്റ് ഗെയിം ആയിരിക്കും. ഈ ഗെയിമിൽ നമ്മൾ എന്തായാലും ക്ലീൻ ഷീറ്റ് വെക്കാൻ പോകുന്നില്ല. മർമൂഷ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഹാളണ്ട് നമുക്കെതിരെ എല്ലാ പ്രാവശ്യവും ഗോൾ അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളത്തെ കളിയിലും ഹാളണ്ട് ഗോൾ അടിക്കും. ഹാളണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ദോ നമ്മുടെ ഡിഫൻസ് നല്ല സോളിഡാണ്, ദ ബെസ്റ്റ് ഇൻ ദ ലീഗ് എന്ന് പറയാമെങ്കിലും ഹാളണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാല നമുക്കെതിരെ എപ്പോഴും ഗോൾ അടിക്കുന്ന പോലെ തന്നെ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഹാളണ്ടും നാളെ ഗോൾ അടിക്കും എന്ന് തോന്നുന്നു. ബട്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഈ ഗെയിമിലേക്ക് കയറുമ്പം. സാക്ക സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും മാർട്ടിനെല്ലി അല്ല, ഓഡഗാർഡ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും സലീബ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും അത്രയ്ക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത്, സ്ക്വാഡ് ക്വാളിറ്റി, ആ ഒരു ഡിഫറെൻറ്റ് പ്രൊഫൈൽ ഓഫ് പ്ലെയേഴ്സ് ഇതെല്ലാം നമുക്ക് അനുകൂലമാണ്. നമ്മൾ എങ്ങനെ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒന്ന് നോക്കിക്കാണേണ്ട കാര്യമുള്ളൂ. മെൻറ്റാലിറ്റി നമ്മൾ ഹോമിലാണ് കളിക്കുന്നത്, അപ്പം ഡെഫിനറ്റ്ലി അതൊന്ന് മനസ്സിൽ വെച്ച് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കളിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. റിയലി ഒരു നെഗറ്റീവ് മൈൻഡോടെ ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ലൈക്ക് നമ്മൾ ആ ലിവർപൂൾ ഗെയിമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തോ അതുപോലെ ഒരിക്കലും ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഒരു 2-1 ടൈറ്റ് ഗെയിം ആയിരിക്കും. ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നമ്മളെങ്ങനെ ജയിച്ചു 1-0, അതുപോലെ ഒരു 2-1 ഗെയിം ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ലൈനപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അത്ലറ്റിക്കിനെതിരെ വെച്ച ആ സെയിം ലൈനപ്പ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നു. യാതൊരു ചേഞ്ചും വരുത്താൻ സാധ്യതയില്ല എന്ന് എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നു. അതായത് പറയുകയാണെങ്കിൽ ടിംബർ, ഗ്യാബി, മൊസ്കേറ, കാലഫിയോറി, റൈസ് അല്ലായിരുന്നല്ലോ, റൈസ് സ്റ്റാർട്ട് ചെയ്യും ഈ ഗെയിം. റൈസ്, സുബമെൻഡി, മെറീനോ, എസെ, ഗ്യോക്കറേസ്, റൈറ്റ് വിങ്ങിൽ നോനി. സോ ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നു. എനിവേ ഇറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് മാച്ച്. ഐ റിയലി കനോട്ട് വെയിറ്റ് ഫോർ ദിസ് ഗെയിം. എന്തായാലും ഞാൻ ലൈവ് പോകുന്നുണ്ട്. അപ്പം നിങ്ങളെ ആർക്കൊക്കെ പറ്റുമോ വാച്ച് അലോങ്ങിൽ പങ്കെടുക്കുക. കഴിഞ്ഞ 2-3 വാച്ച് അലോങ്ങും ഇറ്റ് വാസ് റിയലി ഫൺ. ഇറ്റ് വാസ് റിയലി എന്താ പറയുക, നല്ലൊരു എൻഗേജിങ് സെക്ഷൻ ആയിരുന്നു. വാച്ച് അലോങ്ങിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ, ലേ ഔട്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ടു മേക്ക് ദ ലൈവ് സെക്ഷൻ ബെറ്റർ. അപ്പം ആർക്കൊക്കെ പറ്റുമോ എന്താണ് ജോയിൻ മീ ഫോർ ദ വാച്ച് അലോങ്. അതുപോലെ തന്നെ പ്ലീസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. സബ്സ്ക്രൈബ്, ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെച്ചോ. അതാകുമ്പോൾ ലൈവ് പോകുമ്പം നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. നമുക്ക് ആർസണൽ വേഴ്സസ് മാൻ സിറ്റി വാച്ച് അലോങ്ങിന് ഇനി കാണാം. ടേക്ക് കെയർ.